അതെനിക്ക് നിങ്ങളൊന്നും പറയണം. ചില പടം ഇറങ്ങിയിട്ട് പിറ്റേ 24 മണിക്കൂർ മുമ്പ് 28 കോടി വരുന്നൊക്കെ പറഞ്ഞത് എങ്ങനെ വരുമെന്ന് ഒരു പിടിയില്ല. സത്യം പറയാം. കാരണം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയ്ക്ക് അയ്യോ അല്ല എവരാരെങ്കിലും മറ്റേ പടം അങ്ങനെ കൂടി ഇതിന്റെ കൃത്യ കണക്കുകൾ കിട്ടും. ഇതൊക്കെ ഇത് സത്യസന്ധമായിട്ടുള്ള സമയമൊക്കെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ വല്ല പാടുണ്ടോ? ഇത് ഇന്ന് 3 ഷോ കഴിയുമ്പം ഇതാണ് ഇക്കൊല്ലത്തെ ഹിറ്റ് 43.72 കോടി എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളപ്പോ സന്തോഷമാണോ അയ്യോ ഭാഗ്യം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ ഒഴിയുന്നതാണ് നമുക്ക് മാന്യത. സത്യം പറയാം. അതിനകത്ത് നിങ്ങൾ തർക്കിച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും ഇല്ലാത്ത പോലെ പോകും. അതൊക്കെ വെറുതെയാണ്. ഒരു പടം ഇത്ര ദിവസം ഓടിയാൽ ഇത്ര സെന്റ് തിയേറ്ററുകളിൽ ഓടിയാൽ കിട്ടുന്ന പൈസ അതിപ്പോ എന്തെല്ലാം ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ഉണ്ട്, അതെ, തിയേറ്റർ ഷെയർ ഉണ്ട്. അതുപോലെ ഞങ്ങൾ 2 പടം പണ്ടൊക്കെ സുഗന്ധ പ്രൊഡ്യൂസ് ചെയ്ത, അത് പറഞ്ഞാൽ നല്ല രസമാണ്. ഇത് പലർക്കും അറിയില്ല. ഇരകളുടെ പടം റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇരകളുടെ പടം എടുത്തപ്പോൾ സുഗന്ധന്റെ നാട്ടിലെ എടപ്പാട് ഇന്നും അറിയാം. ഒരു തിയേറ്ററിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ, പ്രൊഡ്യൂസർ ഷെയർ, പിന്നെ സർക്കാർ രൂപ നമ്മുടെ പഞ്ചായത്തുമായിട്ട് വന്നു 3 തരത്തിലായിരിക്കുന്നത്. സുഗന്ധ കൊണ്ടുപോയി പുള്ളി അറിയാമല്ലോ, കേട്ട് കാണുമല്ലോ, ഇച്ചിരി ബാക്കി നിയമം പഠിച്ചിട്ടുണ്ട്, വിടുവോ? അതുകൊണ്ട് പോയി അവസാനം സുഗന്ധ പറഞ്ഞിട്ട് വിജയിച്ചു. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. ഇപ്പൊ 1000 കോടി കിട്ടിയാൽ നല്ല കാര്യം, ഭഗവാനെ നന്നായിരിക്കട്ടെ. പക്ഷെ 24 മണിക്കൂർ ആവുന്നതിനുണ്ട് 48 കോടി കിട്ടിയതൊക്കെ പറയാൻ അതൊക്കെ ചുമ്മാതാ. അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പൊ ഈ ലോകം മുഴുവൻ ഈ പടം വരുമ്പോ 4 ഷോ വെച്ച് കളിക്കണം, എല്ലാം മാറ്റി വെച്ച്, അതൊക്കെ നടക്കുന്ന കാര്യമുണ്ടോ? അപ്പൊ കുറെ കാലം ഓടണം. ചുമ്മാ ഓടിയാൽ പോരാ, നല്ല ഹൗസ്ഫുൾ ആയിട്ട് ഓടണം. ആൾക്കാരെ കയറണം. ഇപ്പൊ പിന്നെ വിദേശത്ത് കൊണ്ട് റിലീസ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് തിയേറ്റേഴ്സ് 600-700 സെന്ററുകളെടുത്ത് കൂടെ ഒക്കെ ഓടുമ്പോൾ വരുമ്പോഴേ അതൊരു നന്നായിട്ട് പോവുകയാണെങ്കിൽ ശരിയായിരിക്കും. പക്ഷെ എന്നാലും ഈ കോടികളുടെ കണക്കിൽ കുറച്ച് എക്സാജറേഷൻ ഉണ്ട്, അത് യാതൊരു സംശയമില്ല. നമ്മളിപ്പോ സബ്ജക്റ്റ് ആണ് പ്രധാനം, സ്റ്റാർസ് അല്ല സബ്ജക്റ്റ് ആണ് പ്രധാനം. ഇപ്പം പണ്ടാണെങ്കിലും സബ്ജക്ട് ഒരു പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഇന്ന സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള സിറ്റുവേഷൻ. അപ്പൊ അത് മാറി നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ ചെയ്യാം, പ്രൊഡ്യൂസ് സൗകര്യം വരും. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പൊ അതായത് സ്റ്റാർസിനെ അല്ല സബ്ജക്റ്റിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മൾ സിനിമ ഇപ്പൊ കൂടുതൽ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു. എങ്ങനെയാകും? അതായത് തമിഴ് സിനിമയിൽ ഇപ്പൊ സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സബ്ജക്റ്റ് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ സ്റ്റാറിൽ കുഴപ്പമില്ല, ന്യൂകമർ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ ട്രാൻസ്ഫോർമേഷൻ ആവും. So even Tamil அப்படிதான் இருக்குது. I mean, I think Malayalam is more of சின்ன இந்த மாதிரி கான்செப்ட்ஸ், ஒரு சின்ன விஷயம் வச்சுட்டு ஒரு 2 மணி நேரம் கதை சொல்றதுக்கான விஷயங்கள் மாதிரி அந்த மாதிரி தமிழ்லையும் இப்போ நிறைய படங்கள் வருது. ஸோ அங்கேயுமே I think everyone is giving priority to the story first. Even big stars are also very keen to listening to good stories, good scripts. കമിങ് സാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം രാജസ്ഥാനിലെ സിനിമയില് മമ്മൂട്ടി സാർ ജോലി ചെയ്യാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ റെമ്യൂണറേഷൻ 45 crores ആണ്. മമ്മൂട്ടി സാർ പറഞ്ഞു എനിക്കത്ര വേണ്ട, അതിനുള്ള റെമ്യൂണറേഷൻ കുറച്ചു. അത് മമ്മൂട്ടി സാർ അങ്ങോട്ട് പറഞ്ഞു എനിക്കത്ര റെമ്യൂണറേഷൻ വേണ്ട എന്ന്. അപ്പം നോർമലി സ്റ്റാർസ് ഇപ്പൊ റെമ്യൂണറേഷൻ കൂട്ടിപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഒരു ക്യാരക്ടറിന് വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു പാഷനായിട്ടുള്ള ഒരു ഇത്രയും റെമ്യൂണറേഷൻ മേടിക്കുന്നത് ശരിയാവുന്നതാണോ? That's normally, sir, is Thank you.